19 PG കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞു, ഫാമിലി അങ്ങനെ കുട്ടികളായി. അപ്പോൾ പിന്നെ പഠനമൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പം ചെറിയ മകൾക്ക് ഒരു 1 വയസ്സായപ്പോൾ ഞാൻ തുടങ്ങിയതാണ് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഫ്രീ ആയിട്ട് I+ തരുന്ന റിസോഴ്സസ് ഒക്കെ ആദ്യം നോക്കുമായിരുന്നു. ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഫ്രീ ക്ലാസ്സസും ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റൊക്കെ എടുത്തു നോക്കിയിരുന്നു. പിന്നെയാണ് അന്നൊരു 138 ആണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മാർക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നി സെൽഫ് സ്റ്റഡിയിലൂടെ ഇത്രയും കിട്ടി, അപ്പോൾ ഒരു ഗൈഡൻസും കൂടി കിട്ടിയാൽ എന്തായാലും നെറ്റ് ക്വാളിഫൈ ചെയ്യാം. അങ്ങനെയാണ് I+ലൂടെ ഇതിപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചത്. സമയം വളരെ ഒരു വില്ലൻ തന്നെ ആയിരുന്നു. പക്ഷേ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എങ്ങനെയും സമയം കണ്ടെത്തും, അതാണ് സത്യം. അപ്പോൾ മകള് ചെറുതാണ്, മകള് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ കൂടുതലും പഠിച്ചിരുന്നത്. അവൾ ഉണർന്നിരിക്കുമ്പോൾ ഫോണിലാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. നമ്മൾ ഫോണെടുത്ത് ആദ്യം അവർ ഓടി വരും, അവർ വന്നിട്ട് നോക്കാൻ ശ്രമിക്കും. അപ്പോൾ കൂടുതലും മോൾ ഉറങ്ങുന്ന സമയത്ത് പഠിക്കും. പിന്നെ മോനെ സ്കൂളിൽ വിട്ടതിൻ്റെ ശേഷമാണ് ഞാൻ കൂടുതലും ഇതിനായിട്ട് ശ്രമിച്ചത്. പ്രോബ്ലം കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ മോഡൽ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് അധികവും വരിക. ചെറുതായിട്ടൊരു മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോഡൽ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ പരമാവധി വർക്കൗട്ട് ചെയ്താൽ തന്നെ കിട്ടും. അതെ. PYQ നല്ല പ്രാക്ടീസ് ചെയ്യണം. ഹായ് എവരിവൺ, ഇന്ന് നമ്മളുള്ളത് പ്രവീണയുടെ വീട്ടിലാണ്. മലപ്പുറം ജില്ലയിൽ വെട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. 2025 ഡിസംബറിൽ നടന്ന നെറ്റ് എക്സാമിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തത് കൊമേഴ്സ് സബ്ജക്റ്റിലാണ്. കൂടുതൽ വിശേഷങ്ങൾ പ്രവീണയോട് ചോദിച്ചറിയാം. സ്വാഗതം പ്രവീണ. എങ്ങനെയായിരുന്നു ഈ പഠന യാത്രയിലേക്ക് എത്തിയത് വെച്ചാൽ അപ്പോൾ നെറ്റ് നിർബന്ധമാക്കിയല്ലോ കോളേജ് അധ്യാപനത്തിന് നെറ്റ് നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ഇനിയിപ്പോൾ നെറ്റ് ഇല്ലാതെ ജോലി കിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാനും ട്രൈ ചെയ്ത് നോക്കിയതാണ് നെറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യത്തെ അറ്റംപ്റ്റ് ആണോ ഇത്? എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു നെറ്റ് പരീക്ഷയിൽ? ഞാൻ ഇത് 3ാമത്തെ അറ്റംപ്റ്റാണ് പ്രിപ്പയർ ചെയ്തിട്ട്. അതിൻ്റെ മുന്നേ കോളേജിൽ പഠിക്കുമ്പോൾ 2 അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 2019 PG കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞു, ഫാമിലി അങ്ങനെ കുട്ടികളായി. അപ്പോൾ പിന്നെ പഠനമൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇപ്പം ചെറിയ മകൾക്ക് ഒരു 1 വയസ്സായപ്പോൾ ഞാൻ തുടങ്ങിയതാണ് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നെറ്റ് കിട്ടി, ഒരുപാട് സന്തോഷം. അത് I+നോട് കൂടെ ആയതുകൊണ്ട് അതിലേറെ സന്തോഷം. താങ്ക് യു. 2 വർഷത്തെ വലിയൊരു ജേർണി ആയിരുന്നു. ഒരുപാട് അമ്മമാർക്ക് അവർ പറയുന്നൊരു കഥയുടെ തുടർച്ച, അല്ലെങ്കിൽ അതേ സാഹചര്യങ്ങളിലൂടെ പ്രവീണയും കടന്നുപോയത്. പഠിച്ചിറങ്ങിയിട്ടുണ്ടാവും, പിന്നെ മാരേജിന് ശേഷം 5, 6 അല്ലെ 10 വർഷത്തെയൊക്കെ ഇടവേള വന്നിട്ടുണ്ടാവും പഠനത്തിന്. അങ്ങനെ ഒരാൾ എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് പ്രവീണയുടെ ഒപ്പീനിയൻ? പ്രവീണ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത്? ഞാൻ ആദ്യം സെൽഫ് സ്റ്റഡി എന്ന രീതിയിൽ തുടങ്ങി. എന്നിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഫ്രീ റിസോഴ്സസും ക്ലാസ്സസും ഒക്കെ കണ്ടിട്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇപ്പം നടത്തിയത്. അപ്പോൾ ആ ഒരു എക്സാം അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് എഴുതിയപ്പോൾ മനസ്സിലായി ഇതൊരു കോഴ്സ് എടുത്താൽ ഒന്നും കൂടി നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാമെന്ന്. അങ്ങനെ ആ കോഴ്സിന് ഒരു ചിന്ത വന്നപ്പോൾ തന്നെ എനിക്ക് I+ ആണ് മനസ്സിൽ ഓടി വന്നത്. ഞാൻ ഫ്രീ ആയിട്ട് I+ തരുന്ന റിസോഴ്സസ് ഒക്കെ ആദ്യം നോക്കുമായിരുന്നു. ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഫ്രീ ക്ലാസ്സസും ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റൊക്കെ എടുത്തു നോക്കിയിരുന്നു. പിന്നെയാണ് അന്നൊരു 138 ആണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് മാർക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നി സെൽഫ് സ്റ്റഡിയിലൂടെ ഇത്രയും കിട്ടി, അപ്പോൾ ഒരു ഗൈഡൻസും കൂടി കിട്ടിയാൽ എന്തായാലും നെറ്റ് ക്വാളിഫൈ ചെയ്യാം. അങ്ങനെയാണ് I+ലൂടെ ഇതിപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചത്. സ്റ്റഡി സ്ട്രാറ്റജികളായിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുറേ സമയം അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. ഞാൻ കണ്ടു പാറുവിനെയും മോനെയൊക്കെ. ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഏകദേശം അതേ ഏജ് ഗ്രൂപ്പ് കൂടിയ, എത്രത്തോളം ഡിമാൻഡിങ് ആയിരിക്കും എന്നറിയാം. അപ്പോൾ അതിനിടയിൽ എങ്ങനെയാണ് സമയം കണ്ടെത്തിയത്? സമയം വളരെ ഒരു വില്ലൻ തന്നെ ആയിരുന്നു. പക്ഷേ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എങ്ങനെയും സമയം കണ്ടെത്തും, അതാണ് സത്യം. അപ്പോൾ മകള് ചെറുതാണ്, മകള് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ കൂടുതലും പഠിച്ചിരുന്നത്. അവൾ ഉണർന്നിരിക്കുമ്പോൾ ഫോണിലാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. നമ്മൾ ഫോണെടുത്ത് ആദ്യം അവർ ഓടി വരും, അവർ വന്നിട്ട് നോക്കാൻ ശ്രമിക്കും.
അപ്പോൾ കൂടുതലും മോൾ ഉറങ്ങുന്ന സമയത്ത് പഠിക്കും. പിന്നെ മോനെ സ്കൂളിൽ വിട്ടതിൻ്റെ ശേഷമാണ് ഞാൻ കൂടുതലും ഇതിനായിട്ട് ശ്രമിച്ചത്. അവനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് മകളെ ഉറക്കിയതിൻ്റെ ശേഷം ആ കിട്ടുന്ന ഒരു 2 മണിക്കൂറൊക്കെയാണ് കൂടുതലും എനിക്ക് കിട്ടുക, ഒരു ഡെയിലി ഒരു ഡേ ആയിട്ട്. പിന്നെ നൈറ്റൊക്കെ എടുത്തു, അങ്ങനെയൊക്കെ പഠിച്ചാണ്. ആഗ്രഹം സ്ട്രോങ് ആണെങ്കിൽ നടക്കും എന്നുള്ളതാണല്ലേ? അതെ അതെ, ആഗ്രഹം, ഒരു ഡിസയർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഒത്തിരി സന്തോഷം. ഈ പേപ്പർ 1 ഡിഫിക്കൽട്ട് ഏരിയകൾ എന്ന് പറയാൻ എന്തെങ്കിലും യൂണിറ്റുകൾ ഉണ്ടായിരുന്നു? അതെങ്ങനെ പഠിച്ചെടുത്തു? ഡിഫിക്കൾട്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ മാത്തമാറ്റിക്കൽ റീസണിങ്, DI, ഇതാണ് മോസ്റ്റ്ലി ഡിഫിക്കൽട്ടായിട്ടുള്ളത്. അത് സാറിൻ്റെ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് അറിയാം. DI ഒക്കെ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ വീതം പ്രാക്ടീസ് ചെയ്യണം എന്ന് മാക്സിമം ഞാനും ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഒട്ടും കിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു കുറച്ച് പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു 3 ക്വസ്റ്റ്യനോളം ശരിയാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. എത്ര ചോദ്യം ശരിയാക്കി നോക്കിയിരുന്നു? നോക്കിയിരുന്നു ഞാൻ. കറക്റ്റ് ഒരു ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും നെറ്റിലേക്ക് എത്തിയ ആള് ഉറപ്പായിട്ടും ആ ഏരിയകൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കൊമേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? പേപ്പർ 2 കൊമേഴ്സ് ആയിരുന്നല്ലോ, ഒരുപാട് പേര് എടുക്കുന്ന സബ്ജക്റ്റ് ആണ്. ഡിഫിക്കൽട്ട് യൂണിറ്റ്സ് ഏതായിരുന്നു? എങ്ങനെ പഠിച്ചെടുത്തു അതൊക്കെ? കൊമേഴ്സിൽ ടാക്സ് ആണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നുന്നു. അതും പക്ഷേ തിയറി പാർട്ട് വരുന്നതുകൊണ്ട് നമ്മൾ പഠിച്ച അത് കിട്ടും, അങ്ങനത്തെ ഒരു പോർഷനാണ്. പിന്നെ അക്കൗണ്ടിങ്, പിന്നെ ബിസിനസ് ഫിനാൻസ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു? എല്ലാവരും ഡിഫിക്കൽട്ട് ആണ്. ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂകൾക്ക് പോകുമ്പോൾ കുട്ടികൾ പൊതുവെ പറയുന്ന ഒരു യൂണിറ്റ് ആണത്. എന്താ അതിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്തത്? പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തോ അതോ കൂടുതൽ നോട്ട് എഴുതിയോ? എങ്ങനെ ഓർത്തിരുന്നു എല്ലാം? പ്രോബ്ലം കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ആ മോഡൽ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് അധികവും വരിക. ചെറുതായിട്ടൊരു മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോഡൽ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ പരമാവധി വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ കിട്ടും. അതെ അതെ, PYQ നല്ല പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, 3 അറ്റംപ്റ്റ് നടത്തി. ഫസ്റ്റ് ജസ്റ്റ് പഠിച്ചു പോയി. സെക്കൻഡ് ഞാൻ A+ന്റെ കോഴ്സ് കാര്യമായിട്ട് എടുത്ത് പഠിച്ചു. തേർഡ് ഞാൻ പറഞ്ഞു AIMJRF മാത്രമാണ് എടുത്തത് എന്ന്. അതിൽ ഞാൻ PYQ ആണ് ഇപ്രാവശ്യം കൂടുതൽ ഫോക്കസ്ഡ് ആയി. ഒരു ബേസ് ഉണ്ടാക്കി നോട്ടുകളെല്ലാം റെഡി ആയി കഴിഞ്ഞു. പിന്നെ ആ PYQ വർക്കൗട്ടിലൂടെയാണ് ഫൈനൽ ആ ഇംപ്രൂവ്മെന്റ് വന്നത്. അതെ അതെ, അങ്ങനെ തന്നെ പറയാം. എനിക്ക് കോൺസെപ്റ്റ് ഒക്കെ കഴിഞ്ഞ ഒരു അറ്റംപ്റ്റിൽ തന്നെ ഏകദേശം പഠിച്ചെടുത്തതായിരുന്നു. അപ്പോൾ കോൺസെപ്റ്റ് തറായിരുന്നു. പിന്നെ നമുക്ക് ഈ കോൺസെപ്റ്റ് എങ്ങനെ ക്വസ്റ്റ്യനിലൂടെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണല്ലോ, അത് നമുക്ക് PYQ നോക്കിയാൽ തന്നെയാണ് കിട്ടുക. നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, ഈ സിലബസ് കവറേജിന്റെ കൂടെ PYQ വർക്കൗട്ട് കൂടി ഉണ്ടെങ്കിൽ അതൊരു പൂർണ്ണതയിൽ എത്തുന്നത് അല്ലേ? ഇനി ഒരു സ്റ്റുഡന്റ് നെറ്റിന് വേണ്ടിയിട്ടല്ല JRFന് വേണ്ടിയൊക്കെ ട്രൈ ചെയ്യുന്ന കുറെ പേര് ഇന്റർവ്യൂ കാണുന്നുണ്ടാവും ഇല്ലേ? പ്രവീണയും കുറെ ഇന്റർവ്യൂകൾ കണ്ടിരുന്ന കാര്യം പറഞ്ഞില്ല? ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. I+ ഇതുപോലെ ഇടുമല്ലോ, പിന്നെ വേറെ യൂട്യൂബ് ചാനലിനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി ഇൻസ്പയർ ആവും. അതുപോലെ അടുത്തൊരാളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് പ്രവീണയ്ക്ക് എന്ത് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാവുള്ളൂ? 1-2 നിർദ്ദേശങ്ങൾ. ഫസ്റ്റ്ലി പറയുകയാണെങ്കിൽ PYQ മോസ്റ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ കോൺസെപ്റ്റ് ആദ്യം നമ്മൾ തറവാക്കണം. കോൺസെപ്റ്റ് തറവാക്കി PYQ കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ക്വസ്റ്റ്യൻ എങ്ങനെ വരും. അല്ലാതെ നമ്മൾ മറ്റ് പരീക്ഷകൾക്ക് പഠിക്കുന്ന പോലെ, അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ എഴുതി വരുന്ന പോലെയല്ല നമ്മൾ ഈ നെറ്റിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതി അങ്ങനെയല്ലല്ലോ. ഇത് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യനിക്ക് കൊണ്ടുവരുന്നത് നന്നായി അറിഞ്ഞാൽ തന്നെ നമുക്കിതിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനും സ്വീകരിച്ചതിനും ഒക്കെ ഒത്തിരി നന്ദി. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും I+ ഫാമിലിയുടെ ഭാഗത്തു നിന്നുമുള്ള എല്ലാം നന്ദി അറിയിക്കുന്നു. JRFലേക്ക് എത്തുന്നതിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.